ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷിപ്പൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്കിത് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കേക്കാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിപ്പോൾ നോമ്പല്ലേ, നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ റെഡിയാക്കി എടുക്കാൻ പെട്ടെന്ന് തന്നെ കഴിയും. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിപ്പോൾ ഗ്യാസിൽ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കേക്കിന് വേണ്ടിയിട്ട് ഒരു ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടി ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വന്നപ്പോൾ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു വലിയ ഉള്ളി ഇവിടെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തെടുത്താണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ചിക്കൻ കേക്ക് റെഡിയാക്കിയിട്ട് കഴിക്കാം. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റിയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ്. ചിക്കന് ഞാൻ കുരുമുളക് ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ട് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളെപ്പോഴും ഇതിൽ ചിക്കൻ കേക്ക് റെഡിയാക്കുമ്പോൾ നമ്മളിതുപോലെ ക്രഷ് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളെ കേക്ക് റെഡിയായിട്ട് വരും. അപ്പോൾ ഇതുപോലെ ചേർക്കുന്നതാണ് നല്ലത്. ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ എപ്പോഴും ചിക്കൻ കേക്ക് റെഡിയാക്കി എടുക്കുമ്പോൾ നമ്മൾ ഉള്ളി കമ്മിയാക്കി എടുത്തിട്ട് ചിക്കൻ കൂടുതൽ ചേർക്കണം. അതാണ് നമ്മുടെ കേക്കിന് കൂടുതൽ ടേസ്റ്റ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 സ്പൂൺ വലിയ ജീരകം പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 3/4 സ്പൂണ് ബിരിയാണി മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ബിരിയാണി മസാലയ്ക്ക് പകരം നമുക്ക് ഗരം മസാല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുത്തോളൂ. അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ കേക്കിലേക്ക്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ചിക്കൻ വേവിച്ചെടുത്തിട്ടുള്ള വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുണ്ടെങ്കിൽ നിങ്ങളത് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് സാധാ പച്ചവെള്ളം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ഈ ഫില്ലിംഗ് ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടല്ലേ ഇരിക്കുക. അപ്പോൾ നമ്മളെ കേക്കിലേക്ക് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1 സ്പൂണ് കുരുമുളക് പൊടിയാണ്. ഇത് നമ്മൾ നേരത്തെ മസാല ചേർത്ത് കൊടുത്തപ്പോൾ ചേർത്ത് കൊടുക്കേണ്ടതായിരുന്നു. അത് ഞാനപ്പോൾ വിട്ടു പോയതാണ്. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒഴിച്ചിട്ടുള്ള വെള്ളമൊക്കെ വറ്റിയിട്ട് വരും. അപ്പോൾ നമ്മൾ ആ ഒഴിച്ച് കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ നല്ലതുപോലെ തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി നമ്മൾ ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കേക്കിലേക്ക് വേണ്ടിയിട്ട് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് ഞാൻ 4 മുട്ട വെച്ചിട്ടാണ് ഈ ബാറ്റർ ഇപ്പോൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ചില മുട്ടയൊക്കെ കേടുള്ളത് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി നമുക്കിതുപോലെ സ്പൂൺ എടുത്തിട്ട് നമ്മുടെ മുട്ട നല്ലതുപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കേക്കിന്. ഇനി നമുക്കിത് വീണ്ടും നല്ലതുപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുത്തിട്ട് 2 സ്പൂണ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ മുട്ടയുടെ മിക്സിലേക്ക് ഒഴിച്ച് കൊടുക്കാനാണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് മൈദ എടുത്തിട്ട്
മുട്ടയുടെ മിക്സിലേക്ക് ഒഴിച്ച് കൊടുത്താൽ അത് നല്ലതുപോലെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അതുപോലെ വേറൊരു ബൗൾ എടുത്തിട്ട് 2 സ്പൂൺ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് ഇത് മിക്സ് ചെയ്തെടുക്കാനുള്ളൊരു വെള്ളത്തിൻ്റെ അളവ് മാത്രം മതി. അപ്പോൾ നമുക്കത് ഇതുപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ മൈദയുടെ മിക്സ് നമ്മുടെ മുട്ടയുടെ മിക്സിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇതിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ കഴിയില്ല. അപ്പോൾ അതുപോലെ വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ്റെ മസാലക്കൂട്ട് ഇവിടെ നല്ലതുപോലെ തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് നമ്മുടെ മുട്ടയുടെ ബാറ്ററിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചൂടാറിയതിന് ശേഷം വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ. ചൂട് കൊടുക്കാൻ ഒരിക്കലും ഇട്ട് കൊടുക്കരുത്, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കേക്കിൻ്റെ എല്ലാ കാര്യവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മളിപ്പോൾ ഗ്യാസിൽ സോസ് പാനിലാണ് നമ്മുടെ കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിതുപോലെ ഒരു സോസ് പാന് അടുപ്പത്ത് ഗ്യാസ് ഓൺ ചെയ്തിട്ട് തന്നെ വെച്ചിട്ടുള്ളത്. 1 സ്പൂണ് മിൽമയുടെ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അപ്പുറത്തെ അടുപ്പിൽ വേറൊരു സോസ് പാനും കൂടെ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഡയറക്റ്റ് നമ്മൾ ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കുന്നില്ല. അപ്പം നമ്മൾ വേറൊരു സോസ് പാൻ അടിയിൽ വെച്ച് കൊടുത്തിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമ്മൾ നെയ്യ് എല്ലാ ഭാഗത്തും നല്ലതുപോലെ തന്നെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒരേ ലെവലൊന്ന് ആക്കിയെടുക്കാം. അപ്പോഴൊക്കെ തീയെ നമ്മൾ സിമ്മിലിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഈ കാര്യമൊക്കെ ചെയ്തെടുക്കുന്നത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിൻ്റെ അടിയിൽ വേറൊരു സോസ് പാനും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് അപ്പുറത്തെ ഗ്യാസിൽ വെച്ചിട്ട് ഇത് ചൂടാക്കി എടുത്തിട്ടുള്ള സോസ് പാനാണ് ഇപ്പോൾ രണ്ടും. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും ഇതുപോലെ ചെയ്തെടുത്താൽ. അപ്പോൾ ഞാനതിൻ്റെ മുകളിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ക്യാപ്സിക്കം അതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ്, അടിയൊന്ന് ചെറുതായി സെറ്റായതിന് ശേഷമാണ് ഞാനിപ്പോൾ ക്യാപ്സിക്കം വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് തീ സിമ്മിലിട്ട് കൊടുത്തിട്ട് തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തീ നമ്മളൊരു സിമ്മിലിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ ഹോള് ഇതുപോലെ ഒരു ഗ്ലാസ് വെച്ചിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചിക്കൻ കേക്ക് ഇതുപോലെ ഞാൻ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് മല്ലിയിലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ട് കൊടുത്തത്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് വീണ്ടും ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കേക്ക് നല്ലതുപോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് സൈഡൊന്ന് വെടിയിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മുകൾ ഭാഗം ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് വെന്തിട്ടില്ല എന്ന് തോന്നും, പക്ഷേ ഇത് നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ കളറൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വേറൊരു പാനിൽ നമുക്കിതുപോലെ കുറച്ച് നെയ്യ് തടവിയിട്ട് നമുക്കിതങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ഞാനിതുപോലെ ഒരു 2-3 മിനിറ്റ് ഇതുപോലെ തിരിച്ചിട്ടിട്ട് നമ്മൾ ഗ്യാസിൽ വെച്ചാൽ മതി. അപ്പോൾ ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കേക്ക് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. കണ്ടില്ല? ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അത് അടിക്ക് പിടിച്ചിട്ട് ഒന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. ഇനി നമുക്ക് നമ്മുടെ കേക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടില്ലേ? നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.